ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നതിൽ UDF തീരുമാനം നാളെയുണ്ടാകും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താസമ്മേളനം നടത്തി നിലപാട് അറിയിക്കും. സർക്കാർ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് തുറന്നു കാണിക്കണമെന്ന് UDF യോഗത്തിൽ അഭിപ്രായമുയർന്നു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, ഒരു ഏകാഭിപ്രായം ഇല്ലാത്തത് കൊണ്ടാണോ വാർത്താ സമ്മേളനം നാളത്തേക്ക് മാറ്റുകയും അല്ലെങ്കിൽ ഇന്ന് ആ തീരുമാനം പ്രഖ്യാപിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്? വ്യത്യസ്ത അഭിപ്രായം പല ഘടകകക്ഷികളും ഉന്നയിച്ചു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അത് ഒരു തീരുമാനം പ്രതിപക്ഷ നേതാവ് എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് പോയോ യോഗം? വിജയകുമാർ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ അല്ലെങ്കിൽ UDFൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം പ്രബലമായ സമുദായ സംഘടനകളൊക്കെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് രംഗത്ത് വന്നതോടുകൂടി വളരെ സൂക്ഷ്മതയോടായിരിക്കും UDF ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ അജണ്ട എന്നതാണ് UDF യോഗത്തിൽ പ്രധാനമായും ഉയർന്ന പൊതുവികാരം. പക്ഷേ പൂർണ്ണമായും അതിനെ തള്ളിക്കളയാൻ പാടില്ല എന്നുള്ള ചില അഭിപ്രായം കൂടി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ പരിശോധന നടത്താൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. സമുദായ സംഘടനകളുടെ നിലപാട് എന്താണെന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഔദ്യോഗിക നിലപാട് UDF നേതൃത്വം പ്രഖ്യാപിക്കുന്നത്. നാളെ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി ഈ നിലപാട് പ്രഖ്യാപിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ സമുദായ സംഘടനകളുടെ പിന്തുണ ഇക്കാര്യത്തിൽ എത്രത്തോളം ഉണ്ട് എന്നതാണ് പ്രധാനമായും UDFും പരിശോധിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും അക്കാര്യത്തിൽ ഒരു നിലപാട് എന്തായാലും UDF പ്രഖ്യാപിക്കുന്നത്. തുടക്കം മുതൽ കോൺഗ്രസ് ആണ് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അക്കാര്യത്തിൽ പരസ്യമായി നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നാലെയുള്ള ഒരു പിന്തുണ ദേവസ്വം ബോർഡിന് കൂടുതൽ സമുദായ പിന്തുണ വന്നതോടുകൂടി തന്നെയാണ് ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടായത്. ഘടകകക്ഷിയിലെ ചില നേതാക്കൾ അല്ലെങ്കിൽ ചില ഘടകകക്ഷികൾ തന്നെ നല്ല കാര്യമാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള നിലപാട് കൂടി സ്വീകരിച്ചതോടെയാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധന നടത്താൻ UDFനെ പ്രേരിപ്പിച്ചത്. എന്തായാലും നാളെ ഔദ്യോഗികമായി തന്നെ പ്രതിപക്ഷ നേതാവ് നിലപാട് വിശദീകരിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. വലിയ തരത്തിലുള്ള ഒരു എതിർപ്പിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ടാകില്ല. പക്ഷേ അപ്പോഴും ഇത് CPMന്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ അയ്യപ്പ സംഗമമെന്ന് തുറന്നു കാട്ടുന്ന നടപടികളും UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.